ക്യാൻവാസിലാണ്. അതിനായിട്ട് 5 ഇഞ്ച് വീതിയിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മുകളിലൊരു സ്ട്രൈറ്റായിട്ട് ഇതുപോലൊരു ലൈൻ വരയ്ക്കുക. മുകളിൽ നിന്ന് താഴത്തോട്ട് ഇതുപോലെ സ്ട്രൈറ്റായിട്ട് 12 ഇഞ്ച് ലെങ്ത്തിലാണ് യോക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 12 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ട് സ്ട്രൈറ്റായിട്ടൊരു ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്ക് വരയ്ക്കാനായിട്ട് ക്യാൻവാസിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തണം. നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചിലാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. കുറച്ച് താഴത്തോട്ട് ഇറക്കി ഇതുപോലെ ഒന്ന് 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ പോയിൻറ്റിലൂടെ ഒന്ന് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ വരച്ചെടുക്കുക. ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ഇവിടെ നിന്ന് താഴോട്ട് 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് ചരിച്ചൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഷേപ്പ് വരക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ച് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചതിന് ശേഷം ഒന്ന് താഴ്ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ഭാഗത്ത് 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം മുകൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ ആ 3.5 ഇഞ്ചിലോട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ലൈനിൽ കൂടി തന്നെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മെറ്റീരിയലിൽ ഇതുപോലെ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കുക. കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ അയൺ ചെയ്തെടുക്കുക. ഇതുപോലെ കയറ്റിയാണ് ഉള്ളിലോട്ട് മടക്കത്തക്ക രീതിയിൽ ഒരു 1/2 ഇഞ്ച് കയറ്റിയാണ് കട്ട് ചെയ്തെടുത്തത്. ഇതുപോലെ ഉള്ളിലോട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയോ അയൺ ചെയ്ത് എടുക്കുകയോ ഒന്ന് ചെയ്യുക. എല്ലാ വശവും ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുർത്തിയുടെ സെൻറ്റർ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് ആ പോയിൻ്റ് സെൻറ്റർ ഒന്ന് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ഇതുപോലെ നെക്കിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു 4 ഇഞ്ച് കയറ്റി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ തയ്യലിൽ കയറാത്ത രീതിയിൽ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ക്യാൻവാസ് നല്ല ഭാഗത്തോട്ട് ഇങ്ങനെ മറിച്ചെടുക്കുക. നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. കറക്റ്റായിട്ടെല്ലാം ഒന്നിങ്ങനെ വെച്ച് അയൺ ചെയ്തെടുക്കുകയോ ഒന്ന് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ
സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് ഉള്ളിലോട്ട് മടക്കി വെക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യുക. അതിനുശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് 2 സൈഡും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ലേസ് ഇതുപോലെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ വെച്ച് ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇപ്പറേ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ചൊന്ന് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യമേ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം യോക്കിൻ്റെ സൈഡ് ഭാഗം ലൈസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തീനേക്കാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.